ഗുഡ് മോർണിംഗ്. ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് നോക്കി. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ ഷെയർ ചെയ്തിരിക്കുന്നേ? ഇല്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ ഒരു ടേബിൾ എഴുതി വെച്ചേക്കുമായിരുന്നു അല്ലേ? ടേബിൾ എഴുതിയില്ലായിരുന്നോ? ടേബിളില് നമ്മൾ 4 ബ്ലഡ് ഗ്രൂപ്പുകൾ എഴുതി. നെക്സ്റ്റ് കോളത്തില് നമ്മൾ ആന്റിജൻ ഏതാണെന്നുള്ളത് ആന്റിജൻ എഴുതി. ഓരോ ഗ്രൂപ്പിന്റെയും ആന്റിജൻ എഴുതി. നെക്സ്റ്റ് അതിന്റെ ആന്റിബോഡി എഴുതി. 3 കോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനിഷ് ആക്കിയായിരുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ല എല്ലാവർക്കും? അത്രേ ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നമുക്ക് 2 ആന്റിജൻ ആണുള്ളത്. ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അപ്പൊ ഈ ആന്റിജൻസിന്റെ പ്രസൻസ് ആണ് നമ്മൾ ഓരോ ബ്ലഡ് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നതിന് അടിസ്ഥാനം. അതായത് ഇപ്പൊ ആന്റിജൻ എ ഉണ്ടെങ്കിൽ അത് എ ഗ്രൂപ്പ്, ആന്റിജൻ ബി ആണെങ്കിൽ ബി ഗ്രൂപ്പ്. ആന്റിജൻ 2 ആന്റിജൻ ഉണ്ട്, ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉണ്ടെങ്കിൽ അത് എ ബി ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഓരോ ഗ്രൂപ്പും നമ്മൾ എഴുതി. ഇനി അതിന്റെ ആന്റിബോഡിയാണ്. അപ്പൊ എന്താ പറഞ്ഞേ? ഏതാ ആന്റിജൻ? അപ്പൊ സെയിം ഗ്രൂപ്പ് നോക്കാം. എ ഗ്രൂപ്പ് ആണെങ്കിൽ ഏതാണ്? ആന്റിജൻ എ ആണ്. ബി ഗ്രൂപ്പ് ആണെങ്കിൽ ആന്റിജൻ ബി. എ ബി ഗ്രൂപ്പുകാർക്ക് 2 ആന്റിജൻ ഉണ്ട്, ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. ദെൻ ഒ ഗ്രൂപ്പിന് ആന്റിജൻ ഇല്ല. അവിടെ ഒരു ക്വസ്റ്റ്യൻ, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ്. ഇനി അതിന്റെ നെക്സ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതിയത് ആന്റിബോഡി ആണ് അല്ലെ? അപ്പൊ അതായത് ആന്റിജൻ എ ആണെങ്കിൽ അതിന്റെ ആന്റിബോഡി ഏത് വരും? തിരിച്ചു വരും. ഏതാ? ബി വരും. ഒരിക്കലും ആന്റിജൻ എയും ആന്റിബോഡി എയും ഒരുമിച്ച് വരില്ല. അവിടെ അഗ്ലൂട്ടിനേഷൻ, ബ്ലഡ് ക്ലോട്ട് ആവുന്ന ഒരു അവസ്ഥ, അഗ്ലൂട്ടിനേഷൻ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഏത് ആന്റിജൻ ആണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി. ആന്റിജൻ എ ആണെങ്കിൽ ആന്റിബോഡി ബി, ആന്റിജൻ ബി ആണെങ്കിൽ ആന്റിബോഡി എ. ആന്റിജൻ എയും ബിയും ഉണ്ടെങ്കിലോ അവർക്ക് ആന്റിബോഡി ഇല്ല. ആന്റിബോഡി എ വരാൻ പറ്റില്ല, ബിയും വരാൻ പറ്റില്ല. ഇനി ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് അത് ഒ ഗ്രൂപ്പ് ആണ്. അവർക്ക് 2 ആന്റിബോഡിയും വരാം. ഞാൻ പറഞ്ഞല്ലോ, അവർ ആന്റിജൻ ഇല്ല എന്ന് ഓർത്ത് വിഷമിക്കണ്ട. അവർക്ക് എന്തുണ്ട്? ആന്റിബോഡി എയും ഉണ്ട്, ആന്റിബോഡി ബിയും ഉണ്ട്. ഇനി നെക്സ്റ്റ് കോളത്തിലേക്ക് വന്നേ, ഡോണേഴ്സ്. ഇനി ഓരോ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡോണേഴ്സ്. ഇവിടെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ എന്ത് ആന്റിജൻ ഉള്ളവർക്ക് മാത്രമേ ബ്ലഡ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഓർത്ത് വെക്കണം.
നമ്മളിപ്പോ ഒരാൾക്ക് ബ്ലഡ് കൊടുക്കുകയാണെങ്കിൽ എന്റെ ആന്റിജനുള്ള ഗ്രൂപ്പുകാർക്ക് മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ ടേബിളിലേക്ക് ഒന്ന് വന്നേ. അപ്പൊ ആന്റിജൻ ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മൾ നോക്കുന്നത്, എ ഗ്രൂപ്പ്. അപ്പൊ അവർക്ക് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? അതേ ആന്റിജൻ ഉള്ളവർക്ക്. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ സഫീറയൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു, മെസ്സേജ് ഇട്ടു. ഏതാണ്? എന്റെ ആന്റിജൻ ഉള്ളവർക്ക്. അതായത് ആന്റിജൻ എ ഉള്ളത് ഏതൊക്കെ ഗ്രൂപ്പിനാന്ന് നോക്കാം നമുക്ക്. ആന്റിജൻ എ ഉള്ള ഗ്രൂപ്പ് ഏതൊക്കെയാ? എക്കും വരുന്നുണ്ട്, എ ബിക്കും വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എക്കാർക്ക് ഗ്രൂപ്പ് എ ഗ്രൂപ്പിനും കൊടുക്കാം, എ ബി ഗ്രൂപ്പിനും കൊടുക്കാം. അത് എഴുതി വെച്ച് അവിടെ ആ ടേബിളില് നാലാമത്തെ നമ്മൾ കോളത്തിൽ എഴുതി വെക്കാം കേട്ടോ. എയുടെ നേരെ എഴുതുക. ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പുകൾ എയും ഉണ്ട്, എ ബിയും ഉണ്ട്. ഇനി അടുത്ത് നോക്കിയേ, ബി ഗ്രൂപ്പ്. ബി ഗ്രൂപ്പുകാർക്കോ? ബി ഗ്രൂപ്പുകാർക്ക് അപ്പൊ അതേ ആന്റിജനുള്ള ഗ്രൂപ്പ് ബിക്കും കൊടുക്കാൻ പറ്റും, എ ബിക്കും കൊടുക്കാൻ പറ്റും. ബിയും എ ബിയും. നമ്മൾ ഗ്രൂപ്പ് എഴുതുമ്പോ എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം കേട്ടോ. എ ബി എന്നൊക്കെ ഉള്ളത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം. സ്മോൾ ലെറ്ററിൽ എഴുതുന്ന ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ കൊടുക്കാം, ബിയും എ ബിയും. ഇനി അടുത്ത് നോക്കിയേ, ഇനി എ ബിക്കാർക്ക് നോക്കിയേ, അതേ ആന്റിജൻ ഉള്ളവർക്ക്. അപ്പൊ രണ്ട് ആന്റിജനും ഉള്ള ഗ്രൂപ്പ് ഏതാ? ആന്റിജൻ എയും വേണം, ആന്റിജൻ ബിയും വേണം. രണ്ട് ആന്റിജനുള്ള ഒരേ ഒരു ഗ്രൂപ്പാണ് ഏത്? എ ബി. അപ്പൊ എ ബി ഗ്രൂപ്പുകാർക്ക് ആർക്ക് ഡൊണേറ്റ് ചെയ്യാം? എ ബിക്ക് മാത്രം. എ ബിക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ സ്ക്രീനിൽ ഇല്ല കേട്ടോ, സ്ക്രീനിൽ ഇതില്ല. നമ്മൾ എക്സ്ട്രാ ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇത് ഇവിടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 4 ബ്ലഡ് ഗ്രൂപ്പുകൾ, ബ്ലഡ് ടൈപ്പ് എന്നുള്ളതിലാണ് ഒരു ചെറിയൊരു ടേബിൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. സ്ക്രീനിൽ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇല്ലേ. പിന്നെ നോക്കിയേ, എ ബി. ഇനി അടുത്ത് ഓ ഗ്രൂപ്പുകാർക്ക് എടുത്തേ. അവർക്ക് ഏതെങ്കിലും ആന്റിജൻ ഉണ്ടോ? അവർക്ക് ഇല്ല, ഒറ്റ ആന്റിജനും ഇല്ലാത്ത ഗ്രൂപ്പാണ്. അപ്പൊ അവർക്ക് എന്താ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അവർക്ക് ആന്റിജൻ ഇല്ല. അപ്പൊ ആന്റിബോഡി ഏത് വന്നാലും അവർക്ക് കുഴപ്പമില്ല, അല്ലെ? ആന്റിബോഡി ഏത് വന്നാലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഓക്കാർക്ക് എക്ക് കൊടുക്കാം, എ ബിക്ക് കൊടുക്കാം, പിന്നെ ഏതാ? എ ഗ്രൂപ്പിന് കൊടുക്കാം, ബി ഗ്രൂപ്പിന് കൊടുക്കാം, എ ബി ഗ്രൂപ്പിന് കൊടുക്കാം, ഓ ഗ്രൂപ്പിനും കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പാണ് ഏത്? ഓ ഗ്രൂപ്പ്. അപ്പൊ ഓ ഗ്രൂപ്പിന്റെ അവിടെ എന്താ എഴുതാ? നമ്മള് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാം, എല്ലാ ഗ്രൂപ്പിനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് നമുക്ക് ഓ ഗ്രൂപ്പുകാർക്ക് എല്ലാ ഗ്രൂപ്പുകാർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഓ ഗ്രൂപ്പിനെ എന്താ അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഡോണർ. അവിടെ ഒന്ന് എഴുതി വെച്ചേ. അവിടെ ഓ ഗ്രൂപ്പിന്റെ അവിടെ എഴുതാ യൂണിവേഴ്സൽ ഡോണർ. എല്ലാവർക്കും യൂണിവേഴ്സൽ ഡോണേഴ്സ് ആണ്, അവരെ സാർവത്രിക ദാതാക്കൾ. എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് ഏതാണ്? ഓ ഗ്രൂപ്പ്. ചോദിക്കൂട്ടെ എക്സാമിന്. എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓ ഗ്രൂപ്പ് ആണ്. അതുകൊണ്ട് അവരെ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നു. ആ കോളം ഫിനിഷ് ആയില്ല എല്ലാവർക്കും ഡോണർ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, ലാസ്റ്റ് നമ്മൾ 5ാമത്തെ കോളത്തിലേക്ക് വരികയാണ്, റെസിപ്പിയന്റ്. ഇനി ഓരോ ഗ്രൂപ്പുകാർക്കും നമുക്ക് ആരുടെ ബ്ലഡ് ഒക്കെ നമുക്ക് റിസീവ് ചെയ്യാം. അതാണ് അടുത്ത 5ാമത്തെ കോളത്തിൽ നമ്മൾ നോക്കുന്ന റെസിപ്പിയന്റ് ആണ്. എന്താണ്? ഒന്നുകൂടി പറയണോ? ഏതാണ്? ഡോണേഴ്സിന്റെ ആണോ? ഡൊണേറ്റ് ചെയ്യുന്ന എ ഗ്രൂപ്പിന് എയും എ ബിക്കും കൊടുക്കാം. ബി ഗ്രൂപ്പുകാർക്ക് ബി ഗ്രൂപ്പിനും കൊടുക്കാം, എ ബി ഗ്രൂപ്പിനും കൊടുക്കാം. എ ബിക്കാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതാ? എ ബിക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഓ ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാം. അതുകൊണ്ട് യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്നറിയപ്പെടുന്നു. ഇനി അടുത്ത റെസിപ്പിയന്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, നമ്മള് ഒരാൾക്കുടെ ബ്ലഡ് നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ നമ്മള് 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഓ ഗ്രൂപ്പിന് എന്താ? ആന്റിജൻ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് 2 ആന്റിബോഡിയും അവിടെ ഉണ്ട്. ആന്റിബോഡി എയും ബിയും ഉണ്ട്. ഇനി നോക്കിയേ, ഞാൻ ബ്ലഡ് വാങ്ങുമ്പോൾ എന്റെ ആന്റിജൻ ഉള്ളവരിൽ നിന്ന് മാത്രമേ എനിക്ക് ബ്ലഡ് വാങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ആരാണെങ്കിലും ബ്ലഡ് നമുക്ക് വാങ്ങുമ്പോൾ, റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? നമ്മുടെ ആന്റിജൻ ഉള്ള ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ നമുക്ക് ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കണ്ടീഷനുണ്ട്, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും നമുക്ക് വാങ്ങാം. കുഴപ്പമില്ലല്ലോ, ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും നമുക്ക് വാങ്ങാം. അത് ശ്രദ്ധിക്കാം കേട്ടോ.
നമ്മുടെ സെയിം ആന്റിജനുള്ള ബ്ലഡ് ഗ്രൂപ്പും വാങ്ങാം. ഇനിയോ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പും വാങ്ങാം. അതൊന്ന് നോട്ട് ചെയ്യാട്ടാണെങ്കിൽ നമുക്ക് ബ്ലഡ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ, ബ്ലഡ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആന്റിജനുള്ള ഗ്രൂപ്പിൽ നിന്നും നമുക്ക് സ്വീകരിക്കാം. അതുകൂടാതെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും നമുക്ക് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ആ കോളത്തിലേക്ക് വന്നേ. ഗ്രൂപ്പ്, ഒന്നാമത്തെ ഗ്രൂപ്പ് എ ആണ്. ഗ്രൂപ്പ് എ ഗ്രൂപ്പുകാർക്ക് അപ്പൊ ആർക്കൊക്കെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും? എയിൽ നിന്നും വാങ്ങാം. ഓക്കെ, വെരി ഗുഡ്. ഓയിൽ നിന്നും വാങ്ങാം. എ ബിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ലല്ലോ, നമ്മുടെ ആന്റിജൻ വേണ്ടേ. എ ബിക്കാർക്ക് നിന്ന് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ആകെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഏതാ? നമ്മുടെ ആന്റിജൻ ഉള്ളത് ഏതാ? എ ആണ്. എയിൽ നിന്ന് വാങ്ങാം. ശരി, അടുത്ത് നോക്കിയേ. പിന്നെ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡും ഏതാണ്? ഓ. അപ്പൊ ഗ്രൂപ്പ് എയുടെ നേരെ നമ്മൾ എന്തെഴുതും? റെസിപ്പിയന്റിന്റെ അവിടെ ഏത് എഴുതും? എ, ഓ. എക്കാരുടെ വാങ്ങാം. ഓയിൽ, ഇനി ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഓയിൽ നിന്നും വാങ്ങാം. ഇനി അടുത്ത് നോക്കിയേ ബി ഗ്രൂപ്പിന് ഏതൊക്കെ വാങ്ങാൻ പറ്റും? ബിയുടെ വാങ്ങാം, ഓയുടെ വാങ്ങാം. എ ബിയുടെ വാങ്ങാൻ പറ്റില്ല, അതിന് 2 ആന്റിജൻ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് വാങ്ങാൻ പറ്റില്ല. നമുക്ക് എന്താ നമുക്ക് ഏത് വാങ്ങാൻ പറ്റുള്ളൂ? നമ്മുടെ ആന്റിജൻ, സെയിം ആന്റിജൻ ഉള്ളത് ബിയിൽ നിന്നും വാങ്ങാം, ഓയിൽ നിന്നും വാങ്ങാം. അവിടെ നോക്കിയ പിള്ളേരെ, നമ്മൾ എ ബിയിൽ നിന്ന് എങ്ങനെ നമുക്ക് വാങ്ങാൻ പറ്റും? അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ആന്റിജനും ഉണ്ട്. അപ്പൊ ഈ നമ്മൾ ആന്റിജൻ എ ഉള്ള ആളുകള് എ ബി കാർക്കടെ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്കടെ ആന്റിബോഡി ഇല്ലേ? ആന്റിബോഡി ബിയും ആന്റിബോഡി ഇവിടെ എ ബിയുടെ ആന്റിജനും കൂടി അഗ്ലൂട്ടിനേഷൻ വരില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറ്റില്ല. ബിക്കാർക്ക് നമ്മുടെ സെയിം ആന്റിജൻ ഉള്ളത്, അതായത് ബി ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. ഇനി ഈ നമുക്ക് എന്താണ് ആന്റിജൻ ഈ ബിയിൽ നിന്ന് വാങ്ങാം. ഇനി ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പുകാരിൽ നിന്ന് വാങ്ങാം, അതായത് ഓയിൽ നിന്ന് വാങ്ങാം. ഓക്കെ, ബി, ഓ. ഇനി നോക്കിയേ, എ ബിക്കാര് അവർക്ക് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത്, സ്വീകരിക്കാൻ പറ്റുന്നത് നമ്മുടെ അതേ ആന്റിജൻ ഉള്ളത് ഏതൊക്കെയാന്ന് നോക്കിയേ. എയുടെ വാങ്ങാം, എ ബിയുടെ വാങ്ങാം, ബിയുടെ വാങ്ങാം. ഇനി ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഓയിൽ നിന്നും വാങ്ങാം. അതായത് എ ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കുടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. കണ്ടോ? എ ബി ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കുടെയും ബ്ലഡ് റിസീവ് ചെയ്യാം. അതുകൊണ്ട് എ ബി ഗ്രൂപ്പിനെ എന്തെന്നറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ റിസിപ്പിയന്റ്. സാർവത്രിക സ്വീകർത്താക്കൾ, യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ഇതൊന്ന് നോട്ട് ചെയ്യാട്ടോ. എ ബിക്കാർക്ക് എല്ലാ ഗ്രൂപ്പുകാർക്കുടെയും ബ്ലഡ് വാങ്ങാം. അതുകൊണ്ട് എന്തെന്ന് പറയുന്നു? അവരെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നറിയപ്പെടുന്നു. ഇനി അടുത്തത് നോക്കിയേ, ഓ ഗ്രൂപ്പാണ്. ഓ ഗ്രൂപ്പുകാർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഏതാ? അതായത് അവർക്ക് ആന്റിജൻ ഇല്ല, അപ്പൊ 2 ആന്റിബോഡി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആന്റിജൻ എ ഉള്ളത് വാങ്ങാൻ പറ്റില്ല, ബി ഉള്ളത് വാങ്ങാൻ പറ്റില്ല, എ ബിയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല. അവർക്ക് ആർക്കത് മാത്രം? ഓ, വെരി ഗുഡ്. ഓയുടെ മാത്രം ബ്ലഡ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഓ ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് റിസീവ് ചെയ്യുമ്പോൾ ആർക്കടെ? ഓ ഗ്രൂപ്പുകാരിൽ നിന്ന് മാത്രമേ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ ടേബിള്? എല്ലാവർക്കും ഫിനിഷ് ആയോ? റെസിപ്പിയന്റിന് നോക്കിയേ. എ ഗ്രൂപ്പിന്റെ റെസിപ്പിയന്റ് ഏതാ? എ, ഓ. ബി ഗ്രൂപ്പുകാർക്കടെ ബി, ഓ. എ ബി കാർക്ക് ഏതാ? എയിൽ നിന്ന് വാങ്ങാം, ബിയിൽ നിന്ന് വാങ്ങാം, എ ബിയിൽ നിന്ന് വാങ്ങാം, ഓയിൽ നിന്നും വാങ്ങാം. എല്ലാ ഗ്രൂപ്പിൽ നിന്ന് വാങ്ങാം. അതുകൊണ്ട് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നു. ഇനി ഓക്കാർക്കടെ നോക്കിയേ. ഓക്കാർക്ക് ഓക്കാർക്കടെ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. അത് റിസീവ് ചെയ്യാൻ പറ്റുന്നത് ഓ. അപ്പൊ നമ്മൾ ആ ടേബിള് ഫിനിഷ് ആയിട്ടുണ്ട്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. ഓരോ ഗ്രൂപ്പ് തന്നിട്ട് അതിന്റെ ആന്റിജൻ ഏതാന്ന് ചോദിക്കാം, അതിന്റെ ആന്റിബോഡി ഏതാന്ന് ചോദിക്കാം, യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പാന്ന് ചോദിക്കാം, യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ഏത് ഗ്രൂപ്പാന്ന് ചോദിക്കാം. അപ്പൊ ആ ടേബിളിൽ നിന്ന് തന്നെ കുറെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ടേബിൾ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് നോക്കിയേ. ഇനി ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന പ്രിന്റ് നോട്ടിലേക്ക് വന്ന ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്തു കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവര് ഞാനിവിടെ ഷെയർ ചെയ്തേക്കണം PDF നോട്ടിലേക്ക് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ ബ്ലഡ് ഗ്രൂപ്പില് ചില പ്രിലിമിനറി ടെസ്റ്റുകൾക്ക് പുറമെ ഈ ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല, അല്ലെ? ഈ ടെസ്റ്റുകൾക്കും റെസ്ട്രിക്ഷൻ ഇല്ല. അതായത് എന്താ? ഈ ടെസ്റ്റുകൾ കൂടി നമുക്ക് ചെയ്യണം, ബ്ലഡ് ബാങ്കിൽ ചെയ്യണം. ABO. അപ്പൊ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് നോക്കി. ഇനി അടുത്ത് നോക്കി RH ടൈപ്പിംഗ്.
RH പോസിറ്റീവ് ആണോ RH നെഗറ്റീവ് ആണോ എന്ന് നോക്കും. ഇനി അപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് നോക്കണം RH ഫാക്ടർ ആണ്. RH ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടീൻ, ഒരു പ്രോട്ടീൻ ആണ് ഓൺ RBC സെൽസ്. RBCയുടെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ഏത്? RH ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് ആളുകളിൽ എന്തുണ്ട്? RH ഫാക്ടർ ഉണ്ട്. അപ്പൊ RH ഫാക്ടർ ഉള്ള ബ്ലഡ് ആണ് പോസിറ്റീവ് ഗ്രൂപ്പ്. മനസ്സിലായോ? RH ഫാക്ടർ, RH ഘടകമുള്ള ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പോസിറ്റീവ് ഗ്രൂപ്പുകൾ. ഇനി RH ഫാക്ടർ ഇല്ല, ആ പ്രോട്ടീൻ ഇല്ല, ആ ചിലരുടെ ബ്ലഡ് ഗ്രൂപ്പില് ആ പ്രോട്ടീൻ ഇല്ല, ആ പ്രോട്ടീൻ ഇല്ലാത്തവരാണ് നെഗറ്റീവ് ഗ്രൂപ്പ്. എല്ലാ നെഗറ്റീവ് ഗ്രൂപ്പുകളും വരുന്നത്. അപ്പൊ അതായത് നമുക്കറിയാലോ എല്ലാത്തിനും ഉണ്ട്. എ പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി പോസിറ്റീവ്, ബി നെഗറ്റീവ്, എ ബി പോസിറ്റീവ്, എ ബി നെഗറ്റീവ്, ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്. ഓരോ 4 ഗ്രൂപ്പിനും പോസിറ്റീവ് ഗ്രൂപ്പും ഉണ്ട്, നെഗറ്റീവ് ഗ്രൂപ്പും ഉണ്ട്. എന്തിന്റെ പ്രസൻസാ? എന്തിന്റെ പ്രസൻസ് ആണ് അവിടെ? എന്തിന്റെ പ്രസൻസ് ആണ്? RH ഫാക്ടർ. മനസ്സിലായില്ലേ? RH ഫാക്ടർ ഉണ്ടെങ്കിൽ എന്തെന്നാണ്? പോസിറ്റീവ് ഗ്രൂപ്പുകൾ. RH ഫാക്ടർ ഉള്ള ഗ്രൂപ്പ്, RH ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. RBC സെൽസിന്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ആണ് ഏതാ? RH ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ചിലർക്കുടെ ബ്ലഡിൽ ആ പ്രോട്ടീൻ ഉണ്ട്, അതായത് RH ഫാക്ടർ ഉണ്ട്. അപ്പോൾ അവരെ എന്തെന്ന് പറയും? അവരെ പോസിറ്റീവ് ഗ്രൂപ്പുകൾ എന്നും, ഇനി RH ഫാക്ടർ ഇല്ലാത്തത് നെഗറ്റീവ് ഗ്രൂപ്പ് എന്നും അറിയപ്പെടും. ഇനി അടുത്തത് നോക്കിയേ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ അവിടെ. അപ്പൊ അടുത്തത് നമ്മളപ്പോ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് എന്ത് നോക്കും? ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇപ്പൊ ഓയാന്ന് അറിഞ്ഞു, ഇനി ഓ പോസിറ്റീവ് ആണോ ഓ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കും. അടുത്തത് മൂന്നാമത്തെ നോക്കിയേ, സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് that may cause complication in the recipient, that is ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റ്. ഇനി അടുത്തത് എന്താ? നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നോക്കും. ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ, ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നോക്കും. അതായത് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള RBC ബ്ലഡ് സെൽസ് ആന്റിബോഡീസ് നമുക്ക് റെസിപ്പിയന്റിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ളത് ഉണ്ടോ എന്നുള്ളത് സ്ക്രീൻ ചെയ്യും. മൂന്നാമത്തെ എന്താ നോക്കുന്നത്? സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് ബ്ലഡ് സെൽസ്. ആക്സിഡന്റൽ ബ്ലഡ് സെൽസുകൾ ഉണ്ടോ എന്നുള്ളത് അടുത്തത് നോക്കും. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്ടഡ് എന്നുള്ള മീനിങ് ആട്ടോ. അപ്രതീക്ഷിതമായിട്ടുള്ള RBC സെല്ലുകൾ, അത് ആന്റിബോഡീസ് നമുക്ക് റെസിപ്പിയന്റിന് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ളത് ഉണ്ടോ എന്നുള്ളത് സ്ക്രീനിങ് ചെയ്യും. അടുത്തത് നോക്കിയേ, നാലാമത്തെ, സ്ക്രീനിങ് ഫോർ എനി കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ. ഇനി അവർക്ക് പഴയ നേരത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കും. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടോ, നമുക്ക് പകരുന്നത് കമ്മ്യൂണിക്കേറ്റഡ് ഡിസീസുകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ, പാസ്റ്റ് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളതും നോക്കും. ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ നോക്കും അവര്. നമുക്ക് നേരത്തെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ നമ്മുടെ ബ്ലഡ് സ്വീകരിക്കുന്ന ആൾക്കും എന്ത് വരും? സ്ക്രീൻ കാണുന്നില്ലേ? ഫർസാന, സ്ക്രീൻ ഹലോ, മക്കളുടെ വല്ല നെറ്റിന്റെ പ്രശ്നമോ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് ഉണ്ടോ ഫർസാനക്ക്? ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? അവിടെ നമ്മൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് മേടിക്കുന്ന ആൾക്ക് ആ ഇൻഫെക്ഷൻ വരുമല്ലേ? അത് ഏതൊക്കെയാന്ന് നോക്കിയാൽ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബി ആൻഡ് സി. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്താ ഹെപ്പറ്റൈറ്റിസ്? എന്താ? കരൾ വീക്കം, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ഒന്ന് എഴുതി വെച്ചോടെ. ഹെപ്പറ്റൈറ്റിസ് ഈസ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന വീക്കം, അതാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന വീക്കം കരൾ വീക്കം എന്ന് പറയും. അപ്പോ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ അത് നോക്കിയ സാധാരണയായിട്ട് 5 തരത്തിലുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസുകളാണത്. ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഡി, ഹെപ്പറ്റൈറ്റിസ് ഇ. അതില് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഏതാ?
ഈ നമ്മുടെ ബോഡി ഫ്ലൂയിഡിൽ കൂടിയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വൈറസ് ഉണ്ടോ നമ്മുടെ ബ്ലഡില്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ബിയും സിയും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. അതെന്തുകൊണ്ടാ? അതാണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വൈറസ് ആണ്. അതുണ്ടോ എന്ന് നോക്കും. അടുത്ത് നോക്കിയേ, എല്ലാവർക്കും അറിയാവുന്നതാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ്. ഏത് രോഗത്തിന് കാരണമാകുന്ന വൈറസ് അത്? ഏത് രോഗത്തിന് കാരണമാകുന്ന? എയ്ഡ്സ്. ഓക്കെ, എയ്ഡ്സ് എന്ന് പറഞ്ഞ അതിമാരകമായ രോഗമാണ്. അതിന് കാരണമാകുന്ന വൈറസ് HIV വൈറസ് പ്രസൻസ് ആണോ? അത് ഏരിയ കൂടെയാണ് സെക്ഷൽ കോണ്ടാക്ട് വഴി ബ്ലഡിൽ കൂടി അല്ലേ ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടാകുന്നത്. അതിന് കാരണമാകുന്ന വൈറസ് ആണ് HIV വൈറസ്. അപ്പൊ അവരുടെ ഡൊണേറ്റ് ചെയ്യാൻ ചെല്ലുന്ന ആളുടെ ബ്ലഡില് HIV വൈറസ് പ്രസൻസ് ആണോ എന്ന് നോക്കും. പിന്നെ അടുത്തതാണ് നോക്കിയത് ഒരു ബാക്ടീരിയ ഡിസീസ് ആണ് ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്നത്. അത് മലയാളത്തില് സിഫിലസ് എന്ന് പറഞ്ഞ രോഗത്തിന് പറങ്കിപ്പുണ്ണ് എന്ന് പറയും കേട്ടോ. സിഫിലസ്, പറങ്കിപ്പുണ്ണ്, പുണ്ണ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയയാണ് ട്രിപ്പോനിമ പാലിഡം. ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ അത് ഉണ്ടോ എന്നുള്ളതും നോക്കും. ഏത് രോഗത്തിന് കാരണമാകുന്ന? സിഫിലസ് എന്ന് പറഞ്ഞ രോഗത്തിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയ ആണ്. സിഫിലസ് ഈസ് ആൻ ഇൻഫെക്ഷസ് ബാക്ടീരിയൽ ഡിസീസ്. അതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിഫിലസ് എന്ന് പറഞ്ഞത് ഏത് തരത്തിലുള്ള ഡിസീസ് ആണ്? ഏതാ? ബാക്ടീരിയൽ ഡിസീസ്. അവിടെ ഒന്ന് എഴുതി വെച്ചേ, ബാക്ടീരിയൽ ഡിസീസ്. സിഫിലസ് ഇസ് എ ബാക്ടീരിയൽ ഡിസീസ് കോസ്ഡ് ബൈ ദ ബാക്ടീരിയ. ഏത് ബാക്ടീരിയ കാരണം? ട്രിപ്പോനിമ പാലിഡം. ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് സിഫിലസ് അല്ലെങ്കിൽ പറങ്കിപ്പുണ്ണ്. പുണ്ണെന്ന് പറയും, പറങ്കിപ്പുണ്ണ്. ആ ഒരു ബാക്ടീരിയ ഉണ്ടോ എന്നുള്ളതും നോക്കും. ഏതൊക്കെ അവിടെ നോക്കണ ഇൻഫെക്ഷൻ? ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വൈറസ് ഉണ്ടോ എന്ന് നോക്കും. HIV വൈറസ് ഉണ്ടോ എന്ന് നോക്കും. അടുത്ത് ട്രിപ്പോനിമ പാലിഡം എന്ന് പറഞ്ഞ ബാക്ടീരിയ അയാളുടെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുടെ ബ്ലഡിൽ ഉണ്ടോ എന്നുള്ളതും നോക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ അവിടെ ബാക്ടീരിയൽ ഡിസീസ് ആണെന്നൊന്ന് എഴുതി വെച്ചേക്കട്ടെ. അവിടെ ബാക്ടീരിയൽ ഡിസീസ് അവിടെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റിൽ തന്നെ ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. ബാക്ടീരിയൽ ഡിസീസ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. സിഫിലിസ് ഈസ് എ ഇൻഫെക്ഷസ് ഡാഷ് ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ്. അവിടെ ഓപ്ഷനിൽ ഉണ്ടാകും വൈറൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, ബാക്ടീരിയൽ ഡിസീസ്, നൺ ഓഫ് ദ എബോ. അങ്ങനെയായിരുന്നു 4 ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. സിഫിലിസ് കാണുമ്പോൾ തന്നെ ഓർക്കുക ഏതാണ്? ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാല് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ഇറ്റ്സ് ആൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. കരൾ വീക്കം, കരളിലെ കോശങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വീക്കം. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ ഒരു ബൾജിങ് ആണ് കേട്ടോ, വീക്കമാണ്. ഇറ്റ്സ് ആൻ ഇൻഫ്ലമേഷൻ. INFLAMMATION, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ. ഇതാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉണ്ടോന്ന് നോക്കും. HIV വൈറസ് ഉണ്ടോന്ന് നോക്കും. ട്രിപ്പോനിമ പാലിഡം എന്ന് പറയുന്ന ഏതാണ് ബാക്ടീരിയൽ ഡിസീസ് ഉണ്ടോന്ന് നോക്കും. ഓക്കെ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ ആണ് ഹെപ്പറ്റൈറ്റിസ്, കരൾ വീക്കം. ഇനി അടുത്ത് നോക്കിയ നെക്സ്റ്റ് ആ കോളം വെറുതെ ഒന്ന് നോക്കിയാൽ മതി നമുക്ക്. ഇതിനൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല കേട്ടോ. അതൊരു ടേബിൾ വെറുതെ തന്നേക്കുന്നുള്ളൂ. അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, ഡെലിവറി ഓഫ് ബ്ലഡ് ടൈപ്പ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. അപ്പൊ ഈ ബ്ലഡ് അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്, അമേരിക്കൻ അസോസിയേഷൻ ഒരു ബ്ലഡ് ബാങ്കില് എന്താ ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് അതിന്റെ ഓരോ പെർസെന്റേജ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അവരെങ്ങനെയാണ് അവിടെ ഡെലിവറി ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് അനുസരിച്ച് അവിടെ ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് എങ്ങനെയൊക്കെയാണ് അത് നോക്കിയേ. വെറുതെ ഒന്ന് വായിച്ചു പോകണേ ഉള്ളൂ കേട്ടോ. RH പോസിറ്റീവ് ആണെങ്കിൽ, O പോസിറ്റീവ് ആണെങ്കിൽ എത്ര ശതമാനം? 39%. ഓക്കെ, B പോസിറ്റീവ് ആണെങ്കിൽ 9%, AB പോസിറ്റീവ് ആണെങ്കിൽ
ഓക്കെ, എ ബി പോസിറ്റീവ് ആണെങ്കിൽ 3%, ഓ നെഗറ്റീവ് ആണെങ്കിൽ 9%, എ പോസിറ്റീവ് ആണെങ്കിൽ 31%, എ നെഗറ്റീവ് 6%, ബി നെഗറ്റീവ് 2%, എ ബി നെഗറ്റീവ് 1%. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുന്നുള്ളൂ. അതിൽ നിന്നൊന്ന് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ബ്ലഡ് ബാങ്കിൽ ഡെലിവറി ചെയ്യുന്ന ബ്ലഡ് ടൈപ്പ്, അവിടെ ഓരോ ബ്ലഡ് ഗ്രൂപ്പുകളൊക്കെ എത്ര പെർസെന്റേജ് ആണ് ഡെലിവറി ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ടേബിളിൽ കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു സെക്ഷനിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നോട്ട് ചെയ്തിട്ടോടെ നമ്മള് കോൺസ്റ്റുവൻസ് ഓഫ് ബ്ലഡ്, ബ്ലഡിലെ ഘടകങ്ങൾ അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ബ്ലഡ്, ബ്ലഡിലുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? ബ്ലഡിലെ ഘടകങ്ങൾ, വാട്ട് ആർ ദ RH നോക്കും, ബ്ലഡ് ടൈപ്പ് നോക്കും. ബ്ലഡ് ബാങ്കില് ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ അതാണ് ആദ്യം ഗ്രൂപ്പ് നോക്കും, പിന്നെ നമ്മൾ RH ഫാക്ടർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതും നോക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, നമുക്ക് ബ്ലഡിലെ കമ്പോണൻസ് ആണ്. ബ്ലഡ് എന്ന് പറഞ്ഞ എന്താ? ബ്ലഡ് എന്താ? എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ബ്ലഡ് കളറിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ബോഡിയിലുള്ളതാണ് ബ്ലഡ്. എന്താ ബ്ലഡ് എന്ന് പറഞ്ഞ? ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു എന്താ? ഈ നോക്കിയേ, ബ്ലഡ് എന്ന് പറഞ്ഞ എന്താ? ബ്ലഡ് എന്താ? ബ്ലഡ് സെല്ലുകള്, പ്ലാസ്മ എന്നിവയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വാട്ടറി ബോഡി ഫ്ലൂയിഡ് ആണ് ഇതെന്ന് പറയുന്നത് ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡ് എന്ന് പറയുന്നത് ദ്രാവക സംയോജക കലയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ഒരു ഏതൊക്കെയാ? ബ്ലഡ് സെല്ലുകളും പ്ലാസ്മയൊക്കെ ഉള്ള ഒരു ദ്രാവക സംയോജക കലയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡില് പ്രധാനമായിട്ട് 4 കമ്പോണൻസ് ഉള്ളത്. ശ്രദ്ധിക്കുക, ബ്ലഡില് 4 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ? സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിലിട്ട് ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലെ? അപ്പൊ അതിനകത്ത് നോക്കിയേ, ബ്ലഡിലെ കമ്പോണൻസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. പഠിച്ചു വെക്കുക ഇപ്പൊ തന്നെ. ഏതൊക്കെയാ ബ്ലഡിലെ കമ്പോണൻസ്? RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഓക്കെ, 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ബ്ലഡിലെ കോൺസ്റ്റുവൻസ് ഓർ കമ്പോണൻസ്, ഘടകങ്ങളാണ് കേട്ടോ ബ്ലഡിലെ ഘടകങ്ങൾ. അതിനകത്ത് ഫസ്റ്റ് നോക്കിയേ, ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ട്? 4 കമ്പോണൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ നോക്കിയേ, RBC, റെഡ് ബ്ലഡ് സെൽസ് എന്ന് അറിയപ്പെടും. RBC. These cells transport oxygen to the tissue in the body and are commonly used to treat anemia. അപ്പൊ RBC cells എന്താ ചെയ്യുന്നത്? ബ്ലഡിലെ These cells transport oxygen to the tissue in the body. നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ കൊണ്ടുപോകുന്നത്, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആരാ? RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ് ആണ്. അതിന്റെ ഫംഗ്ഷൻ ആണ് എന്താ? The cells transport oxygen to the tissue in the body. എക്സാമിന് ചോദിക്കോ, which of the following blood cell help to transport oxygen to the tissues in the body? ഏതാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്? RBC ആണ്, റെഡ് ബ്ലഡ് സെൽ RBC. അതിനെ നമ്മൾ കോമൺലി യൂസ്ഡ് ടു ട്രീറ്റ് അനീമിയ. അനീമിയ എന്ന് കേട്ടിട്ടുണ്ടോ? വിളർച്ച. ആ ട്രീറ്റ്മെന്റിനും ഈ RBC ഉപയോഗിക്കും. ഓക്കെ, അതായത് അനീമിയ എന്താ? വിളർച്ച. അതായത് എന്താ പറയാ? ഈ ഹെൽത്തി RBCയുടെ കുറവ്, അതാണ് അനീമിയ. കണ്ടീഷൻ ഇൻ വിച്ച് ദ ബ്ലഡ് ഡസന്റ് ഹാവ് ഹെൽത്തി RBC. ഹെൽത്തി RBC ഇല്ലാത്ത ഒരവസ്ഥ, അതാണ് അനീമിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിളർച്ച. അതിന്റെ ട്രീറ്റ്മെന്റിനും എന്ത് ചെയ്യുന്നു? ഈ RBC സെൽസ് ഉപയോഗിക്കും, റെഡ് ബ്ലഡ് സെൽസ് ഉപയോഗിക്കും. ബ്ലഡ് സെൽസ് എന്തൊക്കെയാ? നമ്മുടെ ബോഡിയിലേക്കിന്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്? RBC ആണ്. ഇങ്ങനെ തന്നെ ചോദിക്കൂ കേട്ടോ. അതാണ് ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് blood type അല്ലെങ്കിൽ blood help to transport oxygen to the tissue in the body? ബ്രാക്കറ്റിൽ കൊടുക്കും RBC, WBC, platelet, plasma. ഓക്കെ,
അനീമിയ ആണോ? അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച എന്ന് പറഞ്ഞു. അതിന്റെ ഞാനൊരു ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. എ കണ്ടീഷൻ in which the blood doesn't have enough healthy RBC. A condition in which the blood doesn't have enough healthy RBC. ഒരാളുടെ ബ്ലഡില് ആവശ്യത്തിന് RBCയുടെ ഹെൽത്തി RBC ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഇതിനെയാണ് അനീമിയ അല്ലെങ്കിൽ പിളർച്ച എന്ന് പറയുന്നത്. അപ്പൊ ആ ട്രീറ്റ്മെന്റിന് ഏതാ വേണ്ടേ? RBC അല്ലേ വേണ്ടത്. അപ്പൊ അവർക്ക് RBC കൊടുക്കും. അപ്പൊ RBC ട്രീറ്റ്മെന്റിനും നമ്മള് ഈ ഏതാണ് അനീമിയയുടെ ട്രീറ്റ്മെന്റിന് റെഡ് ബ്ലഡ് സെൽസ് ഉപയോഗിക്കാം. അപ്പൊ ഫസ്റ്റത്തെ കിട്ടിയില്ലേ? ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ എക്സ്ട്രാ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. RBCയുടെ മൂന്നിന്റെയും സയന്റിഫിക് നെയിമും ചോദിക്കാറുണ്ട് എക്സാമിന് കേട്ടോ. അപ്പൊ അതൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. RBC റെഡ് ബ്ലഡ് സെൽസിന്റെ സയന്റിഫിക് നെയിം ആണ് എറിത്രോസൈറ്റ്സ്. വെരി ഗുഡ്, സഫീറ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എറിത്രോസൈറ്റ്സ്. ഞാൻ സ്പെല്ലിംഗ് പറയാം കേട്ടോ. അതിന്റെ RBCയുടെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്. ERYTHROCYTES എറിത്രോസൈറ്റ്സ്. നോട്ട് ചെയ്തോ? എറിത്രോസൈറ്റ്സ് ERYTHROCYTES എറിത്രോസൈറ്റ്സ് എന്നാണ് സയന്റിഫിക് നെയിം. ഇത് ഏറ്റവും കൂടുതൽ ജീവിത ആയുസ്സുള്ള ഒരു രക്തകോശമാണ് കേട്ടോ. ബ്ലഡ് സെല്ലാണ്. ഒരു 120 ഡേയ്സോളം അതിന് ആയുസ് ഉണ്ട്. അതൊന്നും ചോദിക്കില്ല, ഞാൻ എക്സ്ട്രാ പറഞ്ഞുള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രക്തകോശമാണ് RBC. 120 ദിവസത്തോളം അതിന് ആയുസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ നോക്കിയേ, 120 ഡേയ്സ് ഉണ്ട് അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, രണ്ടാമത്തെയാണ് പ്ലേറ്റ്ലെറ്റ്സ് നോക്കിയേ. They help the blood to clot. ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ്? ബ്ലഡ് സെല്ല്. ഇതാ പ്ലേറ്റ്ലെറ്റ്. അപ്പൊ ഇവിടെയും ഇതുപോലെ ചോദിക്കാം, which blood cell help to blood clot? ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ല് ഏതാ? പ്ലേറ്റ്ലെറ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടെ അതിന്റെ help the blood to clot. ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റ്. And are used to treat leukemia and other forms of cancer. ഏതിനാ? ലുക്കീമിയ ട്രീറ്റ്മെന്റിന്, മറ്റുള്ള ക്യാൻസറിനൊക്കെ ഈ അതിന്റെ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യും. നോക്കിയ ലുക്കീമിയ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ബ്ലഡ് ക്യാൻസർ ആണ് കേട്ടോ ലുക്കീമിയ. ബ്ലഡ് ക്യാൻസർ ആണ് ലുക്കീമിയ എന്ന് പറയുന്നത്. ലുക്കീമിയയ്ക്കും മറ്റുള്ള അതർ ഫോംസ് ഓഫ് ക്യാൻസർ അതിനും ട്രീറ്റ്മെന്റിനും ഈ പ്ലേറ്റ്ലെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് എന്താ നമ്മൾ പറഞ്ഞ? ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ബ്ലഡ് സെല്ല് ഏതാണ്? പ്ലേറ്റ്ലെറ്റ്. ക്ലിയർ അല്ലേ? ആൻഡ് ടു ട്രീറ്റ് ലുക്കീമിയ ആൻഡ് അതർ ഫോംസ് ഓഫ് ക്യാൻസർ. ഇനി അതിന്റെ സയന്റിഫിക് നെയിം ഒന്ന് എഴുതി വെച്ചേ. ത്രോംബോസൈറ്റ്. THROMBOCYTES ത്രോംബോസൈറ്റ്. സയന്റിഫിക് നെയിം ആണ് കേട്ടോ പ്ലേറ്റ്ലെറ്റിന്റെ. ത്രോംബോസൈറ്റ്സ് THROMBOCYTES ത്രോംബോസൈറ്റ്സ്. ഓക്കെ, അടുത്തത് നോക്കാം. വൈറ്റ് ബ്ലഡ് സെൽസ് WBC എന്തിനെ സഹായിക്കുന്നേ? These cells help in fighting infection. നമ്മൾ ഫൈറ്റ് ചെയ്യാൻ, നമ്മുടെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഏതാണ് പറയണ്ടേ? ഏതാ പറയണ്ടേ? പ്ലേറ്റ്ലെറ്റ് ആണോ? പ്ലേറ്റ്ലെറ്റിന്റെ പറഞ്ഞു തന്നെ ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന രക്തകോശം. ബ്ലഡ് കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. പിന്നെ അതുകൂടാതെ ലുക്കീമിയ മറ്റുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഉപയോഗിക്കുന്നു. And to treat leukemia and other forms of cancer. Okay. ഇനി അടുത്തത് മൂന്നാമത്തെ വൈറ്റ് ബ്ലഡ് സെൽസ് WBC. ഇതെന്തിനാ സഹായിക്കുന്നേ? These cells help in fighting infection. നമുക്ക് ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ, നമുക്ക് രോഗപ്രതിരോധ ശക്തി
നൽകുന്ന രക്തകോശം. നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി നൽകുന്ന രക്തകോശമാണ് ഇത് WBC എന്ന് പറയുന്നത്, വൈറ്റ് ബ്ലഡ് സെൽസ്. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം. ആൻഡ് ഹെൽപ് ദ ഇമ്മ്യൂൺ പ്രോസസ്. എന്തിനാ? ഇമ്മ്യൂണിറ്റി, നമുക്ക് രോഗപ്രതിരോധ ശക്തി നിലനിർത്താൻ സഹായിക്കുന്നു. ഹെൽപ് ദ ഇമ്മ്യൂൺ പ്രോസസ്. ഇവിടെ ചോദിക്കാം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് സെൽ ഹെൽപ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ? ഏതാണ്? WBC. WBC. ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാൻ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ടെക്നിക്കൊക്കെ സഹായിക്കുന്ന ഒരു ബ്ലഡ് സെല്ലാണ് വൈറ്റ് ബ്ലഡ് സെൽസ്, WBC. അതിന്റെ സയന്റിഫിക് നെയിം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ലൂക്കോസൈറ്റ് ആണ് കേട്ടോ, ലൂക്കോസൈറ്റ്. ഓക്കെ, 1 to 10 to 15 or 20 അത്ര ആ ഒരു ഡേയ്സ് ഒക്കെ ഉള്ളൂ ലൈഫ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, white blood cells, leukocytes, 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 leukocytes. ഓക്കെ, മൂന്നിന്റെ സയന്റിഫിക് നെയിമും നമ്മൾ എക്സ്ട്രാ നോട്ട് ചെയ്തതാണ്. അതൊരു പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിക്കാൻ പാടില്ല എന്നില്ല, അതുകൊണ്ട് മൂന്നിന്റെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, WBC എന്തിനാ? ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഇൻഫെക്ഷൻ ആൻഡ് ഹെൽപ്പ് ടു ദ ഇമ്മ്യൂൺ പ്രോസസ്. അടുത്ത് നോക്കിയേ, പ്ലാസ്മയാണ്. അടുത്തത് പ്ലാസ്മ. പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താ? ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. ബ്ലഡിലുള്ള വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ആണ് പ്ലാസ്മ. രക്തത്തിന്റെ ദ്രാവക ഭാഗം പ്ലാസ്മ. ഇൻ വിച്ച്, പ്ലാസ്മയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ, in which the red blood cells, white blood cells and platelets are suspended. ഇതിനകത്താണ്, ഈ പ്ലാസ്മയിലാണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ് ഒക്കെ സസ്പെൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. ഈ ബ്ലഡ് സെൽസ് ഇല്ലേ, നമ്മൾ പറഞ്ഞ ബ്ലഡ് സെൽസ് ഒക്കെ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. അപ്പൊ ഈ ബ്ലഡ് സെൽസും പ്ലാസ്മയും കൂടി ചേരുന്നതാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ബ്ലഡിലെ കോൺസ്റ്റിറ്റ്യൂയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്ലഡ് സെൽസ് ഒന്നെണ്ണം പറഞ്ഞില്ലേ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, ഇത് രക്തകോശങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് സെൽസ്. അതും പിന്നെ പ്ലാസ്മ, പ്ലാസ്മയും കൂടി ചേരുമ്പോഴാണ് ബ്ലഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്ലാസ്മ എന്താ? ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. അണ്ടർലൈൻ ചെയ്തിട്ട് അത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ് ഈസ് കോൾഡ് എ ഡാഷ്. എന്താ പറയുന്നേ? പ്ലാസ്മ. അതിലാണ് ബ്ലഡ് സെൽസ് കാണപ്പെടുന്നത്. ഇൻ വിച്ച് ദ ബ്ലഡ് സെൽസ്, red blood cells, white blood cells and plasma are suspended. Plasma is required to carry many parts of the blood through the bloodstream. Bloodstream, which is the രക്തപ്രവാഹം, രക്തയോട്ടം എന്നൊക്കെ പറയാം. അപ്പൊ പ്ലാസ്മ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു through the bloodstream. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? ഓക്കെ, plasma is required to carry many parts of the blood through the bloodstream. Bloodstream is for plasma. Transfer. Plasma perform many function. Important ആണ്, ഇത് നോട്ട് ചെയ്തിടാം. ഇനി പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലാസ്മയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പ്ലാസ്മ പെർഫോം മെനി ഫങ്ഷൻസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഏതൊക്കെയാ പ്ലാസ്മയുടെ ഫങ്ഷൻസ് വരുന്നേ? പ്ലാസ്മയുടെ ഫങ്ഷൻ നോക്കിയേ, ഹെൽപ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. BP യിലെ ഇപ്പൊ എല്ലാവരും പറയും പ്രഷർ കൂടി പ്രഷർ കുറഞ്ഞു, എല്ലാവർക്കും ഉള്ള ഒരു അസുഖം അല്ലെ. മിക്കവർക്കും പ്രഷറിന്റെ പ്രശ്നമുണ്ട്. പ്രഷറിന്റെ ഗുളികകൾ സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പൊ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ആരാ? പ്ലാസ്മയാണ്. ഓക്കെ, ഹെൽപ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ നോക്കിയേ, പ്രൊവൈഡ് പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ട് ആവാൻ ആവശ്യമുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നു. ബ്ലഡ് ക്ലോട്ട് ആവണ്ടേ? നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു, അതൊക്കെ ക്ലോട്ട് ആവണം അല്ലെ? ബ്ലഡ് ക്ലോട്ട് ആവണം, ബ്ലഡ് കട്ട പിടിക്കാം. അതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാസ്മയാണ്. പിന്നെ ഒരു ഫംഗ്ഷനും കൂടി പറയുന്നുണ്ട്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. നമ്മുടെ ശരീരത്തില് സോഡിയം പൊട്ടാസ്യം ലെവല്
ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതും ആരാണ് പ്ലാസ്മയാണ്. അപ്പൊ പ്ലാസ്മയുടെ 3 ഫംഗ്ഷൻ ആണ് തന്നേക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പ്ലാസ്മ help to maintain blood pressure, provide the protein for blood clotting, balance the level of sodium and potassium. ഇപ്പൊ വയസ്സായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ പറയുന്നേക്കാം അല്ലെ, സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു, സോഡിയം കയറ്റാൻ പോവാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ സോഡിയത്തിന്റെ അളവ് കൂടിപ്പോയി, ഈ സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു പോയി എന്നൊക്കെ പറയണല്ലേ. ഇതൊക്കെ ആരാണ് അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന? ആരാണ്? പ്ലാസ്മയാണ്. 3 ഫംഗ്ഷനും നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഇതിനകത്ത് നോക്കിയേ ഇതിനകത്ത് നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കുകയാണ്, which of the following is included in the functions of plasma? പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ താഴെ തന്നിരിക്കുന്നവയില് പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഉൾപ്പെടുന്നത് ഏത്? അല്ലെങ്കിൽ നേരെ തിരിച്ചും ചോദിക്കാം, which of the following is not included in the functions of plasma? പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നും ചോദിക്കാം. ഓക്കെ, ഇവിടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ കൂടുതൽ എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളും തരാൻ നമുക്ക് സമയമില്ല. പിന്നെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് എക്സ്ട്രാ നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അറിയാലോ, നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ തന്നെ നമുക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ടൈമുള്ളൂ. 3 മാസത്തിനുള്ളിൽ ഈ കാണുന്ന പോർഷൻസ് മുഴുവനും നമുക്ക് പഠിച്ചു തീർക്കണം. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത 3rd മൊഡ്യൂളിലേക്ക് കഴുകുന്നാലാണ് നമുക്ക് അടുത്ത 3 മാസം കൊണ്ട് 3rd 4th മൊഡ്യൂള് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എക്സാം വരുമ്പോ അതിന് ഒരു 3-4 ദിവസമൊക്കെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് വരും. ആ ദിവസങ്ങൾ പോകും. എക്സാം ഇടുമ്പോ ആ ദിവസം ക്ലാസ് പോകും. അങ്ങനെയുള്ളതൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കാര്യം ഞങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. മാക്സിമം നമുക്കൊരു ലിമിറ്റഡ് ടൈം കൊണ്ട് നമുക്ക് തീർക്കാവുന്ന രീതിയിലാണ് ഈ ഇത് നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കും ക്ലാസ്സുകൾ ഇങ്ങനെ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ, എക്സാം ഒന്നും ആയിട്ടില്ല, നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടേ അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇൻഫർമേഷൻ തരും. എക്സാമിലേക്ക് എന്തായാലും ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, അപ്പൊ 3 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കണം. അപ്പൊ നമ്മള് എന്തായാലും ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, നമുക്ക് ഈ പ്രിന്റർ നോട്ട് ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എക്സ്ട്രാ നമുക്ക് ഇതിന്റെ ഒരു ചെറിയൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാർഡ് കയറി എക്സ്ട്രാ നമുക്ക് പറഞ്ഞു കൊടുത്ത കാര്യമില്ല. ഇത് നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആവാന്ന് മാത്രമേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് എക്സ്ട്രാ നോട്ട്സ് ഒന്നും നമ്മൾ തരാത്ത. ഇതിൽ തന്നെ നിങ്ങളോടൊന്ന് അനലൈസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. പ്ലാസ്മയുടെ 3 ഫംഗ്ഷനാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഹെൽപ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, BP മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും പ്ലാസ്മ. ബ്ലഡ് പ്രഷർ നിലനിർത്താൻ സഹായിക്കും. പ്രൊവൈഡ് ദ പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യും. Then balance the level of sodium and potassium, സോഡിയം പൊട്ടാസ്യം ലെവല് ബാലൻസ് ചെയ്യാനും സഹായിക്കുന്നത് പ്ലാസ്മയാണ്. ക്ലിയർ ആയോ 3 ഫംഗ്ഷൻസ്? അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതെന്ന് ചോദിച്ചാലും ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിച്ചാലും ആൻസർ എഴുതാലോ. അത്രയും മതി. ഓക്കെ, ഇവിടുന്ന് ഒരു എക്സ്ട്രാ നോട്ടും തരരുതെന്നാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ കേട്ടോ. നമ്മൾ പ്രിന്റഡ് നോട്ടിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ 3 മാസം കൊണ്ട് ആ കോഴ്സ് ഞങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും 3 മാസത്തിനുള്ളിൽ നമുക്ക് തീർക്കണം. അത് കഴിഞ്ഞ ഒറ്റ സമയം പോലും ഇല്ല. അപ്പോഴത്തേക്ക് നമുക്ക് എക്സാമും കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, നിങ്ങൾക്ക് എക്സ്ട്രാ നമുക്ക് ഗൂഗിൾ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ കിട്ടും. ഇപ്പൊ ഒരാൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നമ്മൾ അതിനെ കൺഫേം ചെയ്ത് മറ്റുള്ളവരുടെ ടൈമും നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യുകയാണ് അല്ലെ. ക്ലാസ്സും നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ, ഇതിന് സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ എന്താ നിങ്ങൾ എന്താ പറയാ, ഓരോ മൊഡ്യൂളും സെപ്പറേറ്റ് ആണ് കേട്ടോ. അതിപ്പോ ഈ നമുക്ക് എക്സാം നിങ്ങൾക്ക് വന്നതിൽ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളും കഴിഞ്ഞ ഒരു എക്സാം, പിന്നെ നിങ്ങൾക്ക് ഫൈനലിലേക്ക് വരുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഓരോ പേപ്പർ വൈസ് എക്സാം ഒക്കെ വരും. അതൊന്നും ഞാനിപ്പോ ഡീറ്റെയിൽ പറയുന്നില്ല. നിങ്ങൾക്ക് എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തന്നെ ഡീറ്റെയിൽ തരും. എങ്ങനെയൊക്കെയാണ് എക്സാം കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരും.
അല്ലെങ്കിൽ ആ എക്സാമിനോട് അടുക്കുമ്പോഴാണ് നമ്മൾ അത് പറഞ്ഞാൽ മതി. എപ്പോഴേ പറഞ്ഞ് നമ്മുടെ സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ശ്രദ്ധിക്കാം. ഇനി നോക്കിയേ, ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആണ് AHF എന്ന് പറഞ്ഞ ആന്റി ഹീമോഫിലിക് ഫാക്ടർ. എക്സാം ഓൺലൈനായിരിക്കും കേട്ടോ, ഓഫ്ലൈൻ ഒന്നുമില്ല, എല്ലാം ഓൺലൈനിൽ തന്നെയായിരിക്കും. നോക്കിയേ, ക്രയോ പ്രസിപ്പിറ്റേറ്റ് AHF ആണ് ആന്റി ഹീമോഫിലിക് ഫാക്ടർ. ഇവിടെ ഇതും ചോദിക്കും കേട്ടോ, എന്താണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്നുള്ളത്? ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻ ക്ലോട്ടിംഗ് ഫാക്ടർ ദാറ്റ് ഹെൽപ് ടു കൺട്രോൾ ബ്ലീഡിംഗ്. എന്താ? ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ, പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്, ഒരു പോർഷൻ ആണ്. ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ ദാറ്റ് കണ്ടെയ്ൻ ക്ലോട്ടിംഗ് ഫാക്ടർ, ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള ദാറ്റ് ഹെൽപ് ടു കൺട്രോൾ ബ്ലീഡിംഗ്, ബ്ലീഡിങ്ങിന് കൺട്രോൾ ചെയ്യുന്ന ക്ലോട്ടിംഗ് ഫാക്ടർ ഉള്ള പ്ലാസ്മയുടെ ഒരു ഭാഗമാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. ക്രയോ പ്രസിപ്പിറ്റേറ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടേ, ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Cryo precipitate എന്താണ്? The portion of the plasma that contain clotting factor that help to control bleeding. ഇനി നോക്കിയേ, നെക്സ്റ്റ് പാരഗ്രാഫ്, ആൽബുമിൻ. ആൽബുമിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ. പ്രോട്ടീൻ ആണ് ആൽബുമിൻ. ഈസ് എ പ്രോട്ടീൻ ഇൻ അവർ ബ്ലഡ് പ്ലാസ്മ, ബ്ലഡ് പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ആണ്. അത് മനസ്സിലാക്കുക, ആവശ്യത്തിനുള്ളതൊക്കെ തരുന്നുണ്ട്. ആൽബുമിൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഇൻ അവർ ബ്ലഡ് പ്ലാസ്മ, ബ്ലഡ് പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ആൽബുമിൻ. അടുത്ത് നോക്കിയേ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ, ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് കേട്ടോ, പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസ്മ സെൽ. പ്ലാസ്മ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ് ഇമ്മ്യൂൺ ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഗ്ലൈക്കോ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാസ്മ സെൽ, പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്ലൈക്കോ പ്രോട്ടീൻ ഇമ്മ്യൂൺ ഗ്ലോബുലിൻ. ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടർ, പിന്നെ ക്ലോട്ടിംഗ് ഫാക്ടർ കോൺസെൻട്രേറ്റ് മേ ഓൾസോ ബി സെപ്പറേറ്റഡ് ആൻഡ് പ്രോസസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ. അപ്പൊ എന്താ, നമ്മൾ ഓരോ ബ്ലഡ് ഗ്രൂപ്പും ഒക്കെ തിരിക്കുന്നതിന് ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു, പ്ലാസ്മയിലുള്ള ആൽബുമിൻ, ഇമ്മ്യൂൺ ഗ്ലോബുലിൻ ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇതൊക്കെ ഓൾസോ സെപ്പറേറ്റഡ്. ഇതെല്ലാം ആ ട്രാൻസ്മിഷൻ പ്രോസസ്സില് ട്രാൻസ്മിഷൻ നിർവഹിക്കുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ആ ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. The portion of the plasma that contain clotting factor that help to control bleeding. Okay, ഇതാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ഇനി ഇവിടെ അടുത്ത് നോക്കുന്നത് നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് ആണ്, ശ്രദ്ധിക്കുക അവിടെ. What is mean by blood transfusion? നമ്മൾ പഠിച്ചില്ലേ എന്താ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാ? എന്താ ട്രാൻസ്ഫ്യൂഷൻ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെ? വാട്ട് ഈസ് മീൻ ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? വൈ ആർ ബ്ലഡ് ബാങ്ക് ഇമ്പോർട്ടന്റ്? എന്തുകൊണ്ടാണ് ബ്ലഡ് ബാങ്കിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്? ഓക്കെ, എന്താണ് ഇവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്? ടിപ്പിക്കലി blood transfusion is the process in which blood components are transferred from one person into the stream of another person. Underline ചെയ്തിട്ട് വരും കേട്ടോ. Blood transfusion is the process in which the blood components are transferred. Blood components transfer ചെയ്യാണ് from one person to another. മറ്റൊരാളുടെ blood stream. Blood stream എന്ന് പറഞ്ഞാൽ എന്താ? രക്തപ്രവാഹം അല്ലെങ്കിൽ രക്തയോട്ടം. മറ്റൊരാളുടെ ബ്ലഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാൾക്കുടെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇവിടെ ചോദിക്കാം, ദ പ്രോസസ് ഇൻ വിച്ച് ദ ബ്ലഡ് കമ്പോണന്റ്സ് ആർ ട്രാൻസ്ഫർഡ് ഫ്രം വൺ പേഴ്സൺ, അതായത് ഡോണർ. വൺ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാ? ഡോണർ. ഓക്കെ, donor into the bloodstream of another person, that is recipient. ഒരു ഡോണറിന്റെ ബ്ലഡ് റെസിപ്പിയന്റ് ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. It comes into act especially as a life-saving process for the recipient. റെസിപ്പിയന്റിനെ സംബന്ധിച്ച്, ഒരു സ്വീകർത്താവിനെ സംബന്ധിച്ച് ഇതൊരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. എന്തുകൊണ്ടാ പറയാൻ കാര്യം? നമുക്ക് കറക്റ്റ് സമയത്ത് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് കിട്ടിയില്ലെങ്കിലോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ റിസീവ് ചെയ്യുന്ന അതേ പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയി കഴിഞ്ഞാൽ ഡെത്ത് വരെ സംഭവിക്കാം, അല്ലേ? സംഭവിക്കാൻ പറ്റൂലേ?
നമ്മൾ പറഞ്ഞിട്ടില്ലേ ഒത്തിരി ആക്സിഡന്റ് ഒക്കെ പറ്റി റോഡില് ബ്ലഡ് പോയി മരിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ല, ബ്ലഡ് ലോസ് വരാം നമുക്ക്. അപ്പോ എന്താ പറയുന്നേ, ഇവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞത് എന്താ, ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണ്. ആരെ സംബന്ധിച്ച്? ഫോർ ദ റെസിപ്പിയന്റ്. റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് പ്രോസസ് ആണ്. മനസ്സിലായോ? It comes into act as especially as a life-saving process for the recipient. റെസിപ്പിയന്റിനെ സംബന്ധിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. Where there is a large loss of blood cells through the blood bleeding or depression of the bone marrow. Bone marrow എന്ന് പറഞ്ഞാൽ അസ്ഥിമജ്ജ. ഡിപ്രഷൻ ഓഫ് ദ ബോൺ മാരോ, അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഇത് കംപ്ലൈന്റ് ഡിപ്രഷൻ, അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ വഴി നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒത്തിരി ബ്ലഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെ, അങ്ങനെയുള്ളവർക്ക് അവിടെ ഒത്തിരി ബ്ലഡ് ബ്ലീഡിങ്ങിൽ കൂടെ ബ്ലഡ് പോകുന്നവരും, പിന്നെ ബോൺമാരയ്ക്ക് അസ്ഥിമജ്ജയ്ക്ക് ഉണ്ടാകുന്ന ഡിപ്രഷൻ മൂലമൊക്കെ ബ്ലഡ് നഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്. Okay, blood transfusion is considered as a noble cause. അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്താ അറിയപ്പെടുന്നത്? ഒരു മഹത്തായ കൃത്യമായിട്ട് അറിയപ്പെടുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് കൺസിഡർ ആസ് എ നോബൽ കോസ്. ഇതൊരു മഹത്തായ കൃത്യമായിട്ട് അറിയപ്പെടുന്നു. ഇനി അടുത്തൊരു ചെറിയൊരു പാരഗ്രാഫ് പോലെ ഉണ്ട് നോക്കിയേ, ബ്ലഡ് ബാങ്ക് സർവീസസ്. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. ബ്ലഡ് ബാങ്ക് സർവീസസ് ആക്ട് ആസ് എ യൂണിവേഴ്സൽ പോയിന്റ് ഓഫ് കളക്ട്. ബ്ലഡ് ബാങ്ക് എന്താ ചെയ്യുന്നേ? ബ്ലഡ് കളക്ട് ചെയ്യും, ടെസ്റ്റുകൾ നടത്തും, ആൻഡ് സ്റ്റോർ ഓൾ ടൈപ്പ് ഓഫ് ബ്ലഡ്. എല്ലാ തരത്തിലുള്ള ബ്ലഡുകളും സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ബ്ലഡ് ബാങ്ക്. അതാണ് അതിന്റെ സർവീസ്. ബ്ലഡ് ബാങ്കിന്റെ സർവീസ് എന്താ? ഇറ്റ്സ് എ യൂണിവേഴ്സൽ, ആക്ട് ആസ് എ യൂണിവേഴ്സൽ പോയിന്റ്. they collect, test and store all type of blood. എല്ലാ തരത്തിലുള്ള ബ്ലഡ് കളക്ട് ചെയ്യുന്നു, ടെസ്റ്റ് നടത്തുന്നു, സ്റ്റോർ ചെയ്യുന്നു. They watchfully screen test the blood for any sign of infection. അവരെന്താ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, അവര് സൂക്ഷ്മതയോടുകൂടി സ്ക്രീൻ ടെസ്റ്റ് നടത്തും. They watchfully screen test the blood for any sign of infection. എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലും ഒരു കണികയുണ്ടോ എന്നുള്ളത് സ്ക്രീൻ ടെസ്റ്റ് നടത്തും. ഓർ അതർ ദാൻ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ, അതിന് പുറമെ സ്ക്രീനിങ് ഓഫ് ഇൻഫെക്ഷൻ നമ്മൾ കുറെ ടെസ്റ്റുകൾ പറഞ്ഞില്ലേ, അതിന് പുറമെ പ്രിലിമിനറി ടെസ്റ്റുകൾ പറഞ്ഞില്ലേ, അതിന് പുറമെ എന്ത് ചെയ്യുന്നു? they also check the blood type, whether എന്ത് നോക്കുന്നു? ടൈപ്പ് AB. എന്താണ് RH നെഗറ്റീവ് ആൻഡ് RH പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോട്ടീൻ ആണ് കേട്ടോ, RH ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ പ്രോട്ടീൻ RH ഫാക്ടർ ഉള്ള ബ്ലഡ് ആണ് RH പോസിറ്റീവ്. RH ഘടകമുള്ള ബ്ലഡ് RH പോസിറ്റീവ്, RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് RH നെഗറ്റീവ്. ഓക്കെ, RH ഫാക്ടർ ഉള്ള ബ്ലഡ് RH പോസിറ്റീവ്, RH ഫാക്ടർ ഇല്ലാത്ത ബ്ലഡ് RH നെഗറ്റീവ്. ഇവിടെ മെസ്സേജ് ചെയ്ത് ചോദിച്ചതിന്റെ റിപ്ലൈ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കി നമ്മള്, അപ്പൊ അങ്ങനെയുള്ള ടെസ്റ്റുകൾക്ക് പുറമെ എന്തുകൂടി ചെയ്യുന്ന പറഞ്ഞേക്കണേ? എന്താ പറഞ്ഞത്? They also check the blood type. ബ്ലഡ് ടൈപ്പ് നോക്കും. Whether the type A, B, ABO ഏത് ഗ്രൂപ്പാണ്? A ഗ്രൂപ്പ് ആണോ, B ഗ്രൂപ്പ് ആണോ, AB ഗ്രൂപ്പ് ആണോ, O ഗ്രൂപ്പ് ആണെന്ന് ചെയ്യും. Whether ഇനി അത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം എന്താ? whether it is RH നെഗറ്റീവ് ഓർ RH പോസിറ്റീവ്. ഇനി അത് നമ്മൾ 4 ഗ്രൂപ്പിൽ ഏതാന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എന്താ? ഇനി അടുത്തത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇപ്പൊ O ആയെന്ന് അല്ലെങ്കിൽ A ആണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ പിന്നെ അടുത്ത് നോക്കുന്ന എന്താ? A പോസിറ്റീവ് ആണോ A നെഗറ്റീവ് ആണോ എന്നുള്ളത് കൂടി നോക്കും. Compatibility testing is done to find out any particular unit of blood can be transferred safely into certain patient. Compatibility എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ കമ്പാറ്റിബിലിറ്റി, അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകൾ നടത്തും. അതായത് അതിനുശേഷം ഇങ്ങനെയുള്ള പല അനുയോജ്യമായിട്ടുള്ള ഓരോ ടെസ്റ്റുകളും നടത്തിയതിനു ശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അത് ആ പേഷ്യൻസിലേക്ക്
ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ട്രാൻസ്ഫർ ചെയ്തിട്ട് ദ സർട്ടൻ പേഷ്യന്റ്. അതിനുശേഷം മാത്രമേ ട്രാൻസ്ഫർ വെറുതെ ബ്ലഡ് കൊടുക്കൂല. ഇത്രയും ടെസ്റ്റുകളൊക്കെ നടത്തി എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ബ്ലഡ് എന്ത് ചെയ്യുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ബ്ലഡ് ബാങ്കിൽ ഇതാണ് എല്ലാ ടെസ്റ്റ് നടത്തിയതിനു ശേഷമാണ് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടി ഇവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മൾ ഇന്ന് 2-3 മിനിറ്റ് വൈകിയല്ലേ തുടങ്ങിയത്. ഈശാമ ഇറങ്ങിയതും 2-3 മിനിറ്റ് വൈകി. പിന്നെ ഇവിടെ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് 2-3 മിനിറ്റ് വൈകിയ ക്ലാസ് തുടങ്ങിയത്. ഒരു 2 മിനിറ്റ് എടുക്കുന്നതിന് പ്രശ്നമുണ്ടോ? 2 മിനിറ്റ് ഓക്കെ ആണോ? കണ്ടില്ലേ? 2 മിനിറ്റ് ആ ഒരു ചെറിയ അപ്പൊ ആ പേജ് നമുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമോ? ഓക്കെ ഓക്കെ. If your blood type is O negative, O negative ആണെങ്കിൽ എന്താണ്? You are the universal donor. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. ഇനി ബ്ലഡ് ടൈപ്പ്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് which blood group is known as universal donor എന്ന് ചോദിച്ചാൽ എല്ലാവരും എന്ത് ഉത്തരം എഴുതും? which blood group എന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? O അല്ലെ? അവിടെ ഓപ്ഷനിൽ ഏതാ? A-B-A-B-O എന്നായിരിക്കും ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് O എന്ന് തന്നെ എല്ലാവരും എഴുതും. യൂണിവേഴ്സൽ ഡോണർ O ആണ് എന്ന് എഴുതും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് 2-3 പേർക്ക് ക്വസ്റ്റ്യൻ മാറിപ്പോയി, അറിയില്ലാത്തതുകൊണ്ടല്ല, ക്വസ്റ്റ്യൻ വായിച്ചത് ശ്രദ്ധിക്കാതെ തെറ്റിപ്പോയതാണ്. അതാണ് ഞാൻ നോട്ട് ചെയ്ത് പറയുന്നത്. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, നമ്മുടെ ബ്ലഡ് ടൈപ്പ് O നെഗറ്റീവ് ആണെങ്കിലാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മള് ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ എന്തെന്ന് എഴുതണം? O എന്ന് എഴുതണം. ഇനി വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ. ശ്രദ്ധിക്കുക, അവിടെ ടൈപ്പ് ഏത് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിച്ചാൽ എന്തെന്ന് എഴുതണം? O നെഗറ്റീവ് എന്ന് തന്നെ എഴുതാം. എന്തെന്ന് എഴുതാം? O നെഗറ്റീവ്. അതിന്റെ കാര്യം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. O നെഗറ്റീവ് എന്ന് എഴുതാം. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, നമ്മളെ ബ്ലഡ് ടൈപ്പ് O നെഗറ്റീവ് ആണെങ്കിലാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. മനസ്സിലാവണ്ടേ? ഗ്രൂപ്പ് അല്ല ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ O എന്ന് തന്നെ എഴുതാം. മനസ്സിലായില്ലേ? വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിച്ചാൽ O എന്ന് എഴുതാം. അവിടെ ഒരു സംശയം വേണ്ട. O. ഇനി വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഡോണർ എന്ന് ചോദിക്കാം. അത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നയാ. ഏത് ബ്ലഡ് ടൈപ്പ് ആണെന്ന് ചോദിക്കുമ്പോൾ O നെഗറ്റീവ് തന്നെ എഴുതാം. ഓപ്ഷനിൽ ഉണ്ടാവൂ O പോസിറ്റീവ്, O നെഗറ്റീവ്, AB പോസിറ്റീവ് അല്ലെങ്കിൽ A നെഗറ്റീവ് എന്നൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻ മാറി മാറി വരാം. പക്ഷെ നമുക്ക് അതൊന്നും ശ്രദ്ധിക്കണ്ട. നമുക്ക് കറക്റ്റ് ആൻസർ അറിയാലോ. O നെഗറ്റീവ്. കിട്ടിയോ? അണ്ടർലൈൻ ചെയ്തിട്ടാ പ്രത്യേക നോട്ട് എന്ന് പറഞ്ഞ് തന്നേണ്ട. ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് ഈസ് O നെഗറ്റീവ്, യു ആർ ദ യൂണിവേഴ്സൽ ഡോണർ. ഇനി നോക്കിയേ, who can transfer your blood almost everyone. അപ്പൊ ഈ ഓയില് O പോസിറ്റീവ് O നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന് O നെഗറ്റീവുകാർക്ക് മാത്രമാണ് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അവർക്ക് മാത്രമാണ് എല്ലാ ഗ്രൂപ്പിലും A പോസിറ്റീവിനും A നെഗറ്റീവിനും കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ B പോസിറ്റീവിന് B നെഗറ്റീവ്, AB പോസിറ്റീവിന് AB നെഗറ്റീവ്, O പോസിറ്റീവിന് O നെഗറ്റീവ്. അങ്ങനെ എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുന്ന ഏത് മാത്രം? O നെഗറ്റീവ് മാത്രമാണ്. മനസ്സിലായോ? O നെഗറ്റീവ് മാത്രമാണ് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബ്ലഡ് ടൈപ്പ് ചോദിക്കുമ്പോൾ O നെഗറ്റീവിന് എഴുതാം. O പോസിറ്റീവുകാർക്ക് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് കേട്ടോ കാര്യം. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാന്ന് വിചാരിച്ചാണ്. O പോസിറ്റീവിനാണെങ്കിൽ പോസിറ്റീവുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. A പോസിറ്റീവിന് കൊടുക്കാം, B പോസിറ്റീവിന് കൊടുക്കാം, AB പോസിറ്റീവിന് കൊടുക്കാം, O പോസിറ്റീവിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോ മനസ്സിലായി നിങ്ങൾക്കത്? എന്താ പറഞ്ഞത് നമ്മള്? O പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എഴുതി വെച്ചോ. ഓക്കെ. O പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാം. എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാം, പക്ഷെ എന്താ പോസിറ്റീവ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പോസിറ്റീവ് ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി O നെഗറ്റീവ് ആണെങ്കിൽ എല്ലാ ഗ്രൂപ്പിനും കൊടുക്കാം. പോസിറ്റീവിനും കൊടുക്കാം, നെഗറ്റീവിനും കൊടുക്കാം. മനസ്സിലായോ? പോസിറ്റീവിനും കൊടുക്കാം, നെഗറ്റീവിനും കൊടുക്കാം. അതുകൊണ്ട് O നെഗറ്റീവിനെയാണ് യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അതുപോലെ ഒരു കാര്യം കൂടി അവിടെ ഉണ്ട്. ഓക്കെ, ഇഫ് യുവർ ബ്ലഡ് ടൈപ്പ് AB പോസിറ്റീവ് ആണെങ്കിൽ അതിനെയാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. കണ്ടോ?
AB. അപ്പൊ ഗ്രൂപ്പ് ചോദിച്ചാൽ എന്തെന്ന് നമ്മൾ എഴുതാം? വിച്ച് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് ചോദിച്ചാൽ ഗ്രൂപ്പ് ചോദിച്ചാൽ AB എന്ന് എഴുതാം. ആൻസർ AB എന്ന് എഴുതാം. ഇനി അതിൽ ABയില് വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്, വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് എഴുതണം? AB പോസിറ്റീവ്. അണ്ടർലൈൻ ചെയ്തിട്ടേ AB പോസിറ്റീവ് എന്ന് തന്നെ എഴുതാം. അതായത് AB പോസിറ്റീവുകാർക്ക് മാത്രമാണ് റിസീവ്, നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ബ്ലഡ് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ? AB പോസിറ്റീവ്, നെഗറ്റീവുകാർക്ക് നെഗറ്റീവിന്റെ ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ആ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കാം. AB പോസിറ്റീവ് തന്നെയാണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത്. അതൊന്ന് ക്ലിയർ ആക്കി വെച്ചാൽ മതി. ഓ നെഗറ്റീവിനെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നു. ബ്ലഡ് ടൈപ്പ് ചോദിക്കുമ്പോൾ AB പോസിറ്റീവിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നു. ആ രണ്ട് ലൈനും അണ്ടർലൈൻ ചെയ്തിട്ടാണ്. However, any mismatch between the blood type can prove fatal or to death. So, blood test must be done carefully. എന്താ, ഇനി എന്തെങ്കിലും നമ്മൾ ബ്ലഡ് ഇങ്ങനെ കൊടുക്കുമ്പോൾ മിസ്മാച്ച് പറ്റുവാണെങ്കിൽ, മാച്ച് അല്ലെങ്കിൽ എന്ത് പറ്റും? can prove fatal, causing death, മരണം സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സോ ബ്ലഡ് ടെസ്റ്റ് മസ്റ്റ് ബി ഡൺ കെയർഫുള്ളി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡ് ടെസ്റ്റുകൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ആ രണ്ടെണ്ണം നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടോ. ഗ്രൂപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു വെച്ചത് തന്നെ. അതില് നമ്മളെ തെറ്റിക്കാൻ ചോദിക്കുന്ന അവര് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദിക്കും. അപ്പൊ O പോസിറ്റീവ്, യൂണിവേഴ്സൽ ഡോണർ ചോദിച്ചാൽ O ഗ്രൂപ്പ് എന്ന് എഴുതാം. ഇനി നമ്മള് എന്ത് പറയണം? അവിടെ ബ്ലഡ് ടൈപ്പ് എന്നാണോ ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ O നെഗറ്റീവ് എന്ന് തന്നെ എഴുതാം. അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. O നെഗറ്റീവ് എന്ന് തന്നെ എഴുതാം. അതുപോലെ തന്നെ വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ റിസിപ്പിയന്റ് എന്ന് ചോദിക്കുമ്പോൾ എന്ത് എഴുതണം? AB പോസിറ്റീവ് എന്ന് തന്നെ എഴുതാം. AB പോസിറ്റീവ്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്കൊക്കെ ഒന്ന് വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ന് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻ ഇതിന് ബേസ് ചെയ്ത് ഇടാം. എല്ലാവരും ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അതിനെന്തെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.